കർക്കശമായ ഭാഷയിൽ വിശുദ്ധ പൗലോസ് ഗലാത്യലേഖനം എഴുതിയതിനെ ന്യായീകരിക്കുവാൻ സാധിക്കുമോ? എന്തുകൊണ്ട് അവൻ ഈ പറഞ്ഞ വിധത്തിൽ രോഷാകുലൻ ആകുന്നു? ചിന്തിച്ചാട്ടെ. സുവിശേഷ സംബന്ധമായ എല്ലാ നിർണായക യാഥാർത്ഥ്യങ്ങളെയും കൈകാര്യം ചെയ്യുന്ന ഒരു ലേഖനമാകുന്നു വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനമെന്ന് ഞാൻ പല പ്രാവശ്യം സൂചിപ്പിച്ചല്ലോ. ആത്മീയ സ്വാതന്ത്ര്യത്തിൻ്റെ മൗലികാവകാശ പ്രമാണരേഖ, മാഗ്ന കാർട്ട, അതായിട്ടാണ് ഗലാത്യ ലേഖനം അറിയപ്പെടുന്നത്. ക്രിസ്തീയ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ഈ ലേഖനം ഇങ്ങനെ ലഭിച്ചില്ലായിരുന്നെങ്കിൽ ക്രിസ്തുമാർഗം പരീശ മതം പോലെ യഹൂദമതത്തിൻ്റെ മറ്റൊരു ശാഖ ആയി അധപ്പതിച്ചേനെ. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ക്രിസ്തീയ സ്വാതന്ത്ര്യം എന്നത് തന്നെയാകുന്നു. പാപത്തിൽ നിന്നും, ന്യായവിധിയിൽ നിന്നും, നരകത്തിൽ നിന്നും, എല്ലാ വിധത്തിലുമുള്ള ആത്മീയ ബന്ധനങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ മഹത്വമേറിയ ലക്ഷ്യത്തിലേക്കും ദൈവകൃപയിലേക്കുമുള്ള മോചനം, സ്വാതന്ത്ര്യം. 20 പ്രാവശ്യം സ്വാതന്ത്ര്യമെന്നോ അടിമത്തമെന്നോ അർത്ഥം വരുന്ന പദങ്ങൾ ഈ ചെറിയ ലേഖനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പാപത്തിൽ നിന്നും മോചിപ്പിച്ച് വിശുദ്ധമായി ജീവിക്കുന്നത് മാത്രമല്ല, ദുരുപദേശത്തിൽ നിന്നുമുള്ള മോചനവും ഇതിൽ പ്രതിപാദിക്കുന്നു. ഇന്ന് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നാം വളരെയേറെ കേൾക്കുന്നുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം, അറിയുവാനുള്ള സ്വാതന്ത്ര്യം, പത്രസ്വാതന്ത്ര്യം, സ്ത്രീ സ്വാതന്ത്ര്യം, അങ്ങനെ അനേകം സ്വാതന്ത്ര്യങ്ങൾ. സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അറിവ് ഇത്രയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന മറ്റൊരു കാലവും ഇല്ല എന്നുകൂടി ഞാൻ ഓർപ്പിക്കട്ടെ. ഈ സ്വാതന്ത്ര്യ സമരക്കാർ ചിന്തിക്കുന്നത് തങ്ങൾക്ക് തോന്നുന്നതെല്ലാം ചെയ്യുവാനുള്ള ലൈസൻസ് വാങ്ങുന്നതാകുന്നു സ്വാതന്ത്ര്യം എന്നത്രേ. നമ്മളിൽ തന്നെ നമ്മെ ബന്ധനസ്ഥരാക്കിയിരിക്കുന്നവകളിൽ നിന്നും മോചനം പ്രാപിക്കുവാൻ കഴിയാത്തിടത്തോളം നാം അടിമകളാണ്. അങ്ങനെ മോചിപ്പിക്കുവാൻ കഴിയുന്ന ഒന്നും ലോകത്തിലില്ല എന്നുകൂടി ഓർക്കണം. കാരണം എല്ലാ മനുഷ്യനും പാപത്തിന് അടിമയാണ്, പാപത്തിൽ കെട്ടപ്പെട്ടിരിക്കുകയാണ്. അത് മതമായാലും മതേതരമായാലും ധാർമ്മികനായാലും അധാർമികനായാലും നല്ലതായാലും ചീത്തയായാലും ഇതിലൊന്നുമല്ലെങ്കിലും മനുഷ്യൻ പാപത്തിൽ തളയ്ക്കപ്പെട്ടിരിക്കുന്നു. അതാണ് അവനെ അശുദ്ധനാക്കുന്നത്, അടിമയാക്കുന്നത്. മനുഷ്യോപകാരിയാകുവാനോ ക്രിമിനലാകുവാനോ തീരുമാനിച്ചാലും ഈ പറഞ്ഞതൊന്നും യഥാർത്ഥ സ്വാതന്ത്ര്യം കൊണ്ട് തരില്ല. നാം നിരന്തരം വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അന്യായമോ അതിക്രമമോ നിയമലംഘനമോ ഏത് വിതച്ചാലും അത് തന്നെ കൊയ്യും. സ്വാതന്ത്ര്യം ക്രിസ്തുവിൽ നിന്ന് മാത്രം വരുന്നു, വേറെ ഒരു ഇടവുമില്ല. ആദർശവാദിയോ വിഷയലംബടനോ നിയമാനുസാരിയോ നിയമനിഷേധിയോ ഇതിൻ്റെ എല്ലാം മധ്യത്തിലോ ആയിക്കൊള്ളട്ടെ, അതൊന്നും സ്വാതന്ത്ര്യം കൊണ്ടുവരില്ല. ക്രിസ്തുവിൽ മാത്രമേ യഥാർത്ഥ സ്വാതന്ത്ര്യമുള്ളൂ. ക്രിസ്തു മതത്തിലല്ല, ക്രിസ്തുവിൽ മാത്രം. ഇത് രണ്ടും രണ്ടാണ് എന്ന് മറന്നു പോകരുത് കേട്ടോ. പാപത്തിൻ്റെ ബന്ധനത്തിലായിരിക്കുന്ന അത്രയും കാലം നാം സ്വതന്ത്രരല്ല. ക്രിസ്തുവിനെ അംഗീകരിച്ച് കഴിയുമ്പോൾ നാം സ്വതന്ത്രരാകും. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും, പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും, പാപത്തിൻ്റെ പ്രത്യാഘാതങ്ങളിൽ നിന്നും, ഒടുവിൽ പാപത്തിൻ്റെ സാമീപ്യത്തിൽ നിന്നുപോലും സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന മഹൽ അനുഭവമാണത്. ഇങ്ങനെ മാത്രമാകുന്നു മനുഷ്യൻ സന്തോഷവും സമാധാനവും സ്നേഹവും സംതൃപ്തിയും പ്രത്യാശയും എല്ലാം ആസ്വദിക്കുവാൻ ആരംഭിക്കുന്നത്. പാപപ്രകൃതത്തിൽ നിന്നും മോചിതരായി വിശുദ്ധനായ ദൈവവുമായി കൂട്ടായ്മ ആചരിക്കുവാൻ ലഭിക്കുന്ന സ്വാതന്ത്ര്യം, അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ഗലാത്യ സഭകളിൽ ഈ സ്വാതന്ത്ര്യമാകുന്നു പൗലോസ് പ്രസംഗിച്ചത്. അതാണ് അവരെ എഴുതി അറിയിച്ചത്. അതിപ്പോൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. അതിനെ നിശിതമായി നേരിടുന്നതാണ് ഗലാത്യ ലേഖനമെന്ന് നാം കണ്ടല്ലോ. പൗലോസ് ലേഖനം ആരംഭിക്കുമ്പോൾ അവരെ ഒന്ന് അഭിവാദനം ചെയ്യുന്ന പോലുമില്ല. അത്ര
വേദനയിലാണ് അവൻ എഴുതുന്നത്. അവൻ ആകെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്, ആകെ ഷോക്കായിരിക്കുകയാണ്. സഭയിലെ ജനങ്ങളെ തെറ്റ് പഠിപ്പിച്ചത് ആരാണെന്ന് പൗലോസിൻ്റെ വിഷയമല്ല. അവൻ പറയുന്നു, അത് ഞങ്ങളാണെങ്കിലും, അത് ഞാനാണെങ്കിലും, ബർന്നബാസാണെങ്കിലും, കൂടെ വന്ന വേറെ ആരെങ്കിലും ആകട്ടെ, എന്തിനധികം സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ, അവൻ ശപിക്കപ്പെട്ടവൻ. എന്തിനാണ് പൗലോസ് ഇത്രയധികം രോഷാകുലനാകുന്നത്? 1-2 ആചാരങ്ങൾ അനുഷ്ഠിച്ചോട്ടെ എന്ന് വെച്ചാൽ പോരായിരുന്നോ? രക്ഷിക്കപ്പെടുവാൻ വിശ്വാസവുമുണ്ട്, പിന്നെ കുറേ അനുഷ്ഠാനങ്ങളും. അങ്ങനെ പറയുന്നതിൽ എന്താണ് തെറ്റ്? ആത്മരക്ഷയ്ക്ക് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രം മതി എന്നതിലുപരി എന്തെങ്കിലും കൂടി ചേർത്താൽ അത് ആവശ്യമില്ല എന്ന് മാത്രമല്ല, കുറേ കഴിയുമ്പോൾ ചേർത്തത് കാണും, യേശു കാണില്ല. അതാണ് ചരിത്രം. അതായിരുന്നു യഹൂദ മതത്തിന് പറ്റിയ അമളി. പൗലോസ് ആ ജനത്തോട് പറയുന്നത് ശ്രദ്ധിച്ചാട്ടെ. ഗലാത്യ ലേഖനം 3-ാം അധ്യായം ആരംഭിക്കുന്നത് വളരെ കർക്കശമായ ഭാഷയിലാണ്. പക്ഷേ അതിൻ്റെ പിൻപിൽ ഉണ്ടായിരുന്ന ചേതോവികാരം നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഗലാത്യ ലേഖനം 3-ാം അധ്യായം എടുത്താട്ടെ. അതിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ നമുക്ക് ഒന്ന് പഠിക്കാം. ഗലാത്യ ലേഖനമാകുന്നുവല്ലോ ഈ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 2 അധ്യായങ്ങൾ നാം ചിന്തിച്ചു കഴിഞ്ഞു. ആദ്യത്തെ 2 അധ്യായങ്ങളിലും പ്രധാനമായും പൗലോസ് തൻ്റെ അപ്പസ്തോലിക അധികാരത്തെക്കുറിച്ചും ദൂതിനെക്കുറിച്ചുമാകുന്നു സംസാരിച്ചത്. താൻ പഠിപ്പിച്ചത് ശരിയായ സുവിശേഷമല്ല എന്ന് തെളിയിക്കുവാൻ യഹൂദന്മാരായ വിശ്വാസികൾ പൗലോസിൻ്റെ അപ്പസ്തോലിക അധികാരത്തെ ആദ്യം ചോദ്യം ചെയ്തു. പൗലോസ് അപ്പസ്തോലന്മാരുടെ കൂട്ടത്തിൽ പെടുന്നില്ല എങ്കിൽ തൻ്റെ പഠിപ്പീരുകളുടെ പ്രസക്തതയെ ചോദ്യം ചെയ്യുവാൻ എളുപ്പമാണല്ലോ. തൻ്റെ അധികാരം മനുഷ്യരിൽ നിന്നുമല്ല, മനുഷ്യനാലുമല്ല എന്ന് പൗലോസ് വ്യക്തമാക്കി. ഇനിയും 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ഗലാത്യരുടെ അടുത്തേക്ക് വരുന്നു. അവരുടെ അനുഭവമാകുന്നു അവൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ദുരുപദേഷ്ടാക്കന്മാരുടെ ദുഷിപ്പിക്കുന്ന സ്വാധീനത്തിൻ്റെ ഫലമായി ഗലാത്യയിലുള്ള മനുഷ്യർ സത്യസുവിശേഷത്തോട് അവിശ്വസ്തനായ അവസ്ഥ. ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. അതായത്, ഞാൻ വ്യക്തിപരമായ അനുഭവങ്ങളിൽ വിശ്വസിക്കുന്നു, ആത്മീയ അനുഭവങ്ങളിൽ. ദൈവവുമായുള്ള ബന്ധത്തിൽ അനേകം അനുഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുള്ളത് കൊണ്ട് അത് ഞാൻ വിവരിക്കുവാൻ ആരംഭിച്ചാൽ വളരെ സമയമെടുക്കും. അവിടുന്ന് എന്നെ രോഗത്തിൽ നിന്നും വിടുവിച്ചത്, മരണത്തെ മുഖാമുഖം കണ്ടിട്ടും ജീവൻ തിരികെ കിട്ടിയത്, ഈ വിഷയത്തെക്കുറിച്ച് 3-4 അധ്യായങ്ങളിൽ നമുക്ക് കൂടുതലായി ചിന്തിക്കാവുന്നതാണ്. 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യം തന്നെ നമുക്ക് നോക്കി ഇന്നത്തെ പഠനം ആരംഭിക്കാം. 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നാം വളരെയധികം കേട്ടിട്ടുള്ളതാണല്ലോ. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുൻപിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്തു മയക്കിയത് ആർ? പൗലോസ് ഗലാത്യയിലെ വിശ്വാസികളെ വിളിക്കുകയാണ് ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്ന്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ ഗ്രീക്ക് പദം മനസ്സ്, മസ്തിഷ്കം എന്നാണ് അർത്ഥം. പൗലോസ് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ മനസ്സ് ഉപയോഗിക്കുന്നില്ല, നിങ്ങൾ ചിന്തിക്കാതെ ചെയ്യുകയാണ്. യേശുക്രിസ്തുവിനെ അവരുടെ മുൻപിൽ വാക്കുകളാൽ വരച്ച് കാണിച്ചിട്ടുണ്ട്. അത് കേട്ട മാത്രയിൽ അവരുടെ മനോമുഖുരങ്ങളിൽ ക്രിസ്തുവിൻ്റെ ചിത്രം അവർ ഭാവനയിൽ കണ്ടിരിക്കണം. പൗലോസിൻ്റെ പ്രസംഗത്തിൻ്റെ കാതൽ തന്നെ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവാണ്. ഇക്കാര്യം വളരെ വ്യക്തമായി പൗലോസ് എവിടെയും പ്രസംഗിച്ചിട്ടുള്ളതാണ്. ഇതെഴുതുമ്പോൾ പൗലോസിൻ്റെ മനസ്സിൽ ഒരു ന്യായാധിപൻ്റെ, അതെ, ഒരാളുടെ വധശിക്ഷ നടപ്പാക്കി എന്ന വസ്തുത പ്രധാന സ്ഥാനങ്ങളിൽ പ്രഖ്യാപിക്കുന്ന ഒരു ചിത്രമുണ്ടായിരുന്നു. അതല്ല എങ്കിൽ ഒരു പിതാവ് തൻ്റെ പുത്രൻ്റെ കടബാധ്യതകൾക്ക് ഉത്തരവാദിയല്ല എന്ന് പൊതുസ്ഥലത്ത് പ്രഖ്യാപിക്കുന്ന ഒരു ചിത്രം. കാര്യം എന്തു തന്നെയായാലും പ്രഖ്യാപനമാണ് പ്രധാനം. പൗലോസ് അതുപോലെ തുറന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. അവനിൽ വിശ്വസിക്കുന്നവന് രക്ഷ ഉണ്ട് എന്നുള്ള വസ്തുത. പൗലോസ് ചോദിക്കുകയാണ്, ഇത്രയും വ്യക്തമായി മനസ്സിലാക്കി തന്നിട്ടും നിങ്ങൾ ഈ കള്ള ഗുരുക്കന്മാരുടെ, ഉപദേഷ്ടാക്കന്മാരുടെ വശീകരണത്തിന് വശംവദരായി പോയതെന്തേ? ഈ കള്ളപ്രവാചകന്മാർക്കും ദുരുപദേഷ്ടാക്കന്മാർക്കും ജനങ്ങളെ വശീകരിക്കുവാൻ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്, അല്ലേ? ഇന്ന്
എത്ര പേരാണ് അങ്ങനെ സത്യം വിട്ടു പോയിരിക്കുന്നത്? 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ. പൗലോസ് ഒരു വെല്ലുവിളിക്ക് തയ്യാറാകുകയാണ്. ഒരു ചോദ്യത്തിൽ കൂടി ഉത്തരം കാണിക്കാനാണ് ശ്രമം. പൗലോസ് പറയുന്നതിൻ്റെ സാരം ഇതാണ്: ഈ ചോദ്യത്തിന് ഉത്തരം പറയൂ ആദ്യം, എന്നിട്ട് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാം. നിങ്ങൾ തുടക്കത്തിലേക്കൊന്ന് തിരിച്ചു പോകൂ. നിങ്ങൾ എങ്ങനെ ആത്മാവിനെ പ്രാപിച്ചു? അവർ ആത്മാവിനെ പ്രാപിച്ചു എന്നത് പൗലോസ് നിരസിക്കുന്നില്ല. എന്നാൽ അവർ അവനെ പ്രാപിച്ചത് ന്യായപ്രമാണം അനുഷ്ഠിച്ചതിനാലോ സുവിശേഷം കേട്ടതിനാലോ? ഒരു ഉത്തരമേ ഉള്ളൂ: ആരും ന്യായപ്രമാണത്താൽ ആത്മാവിനെ പ്രാപിച്ചിട്ടില്ല. ന്യായപ്രമാണവും വിശ്വാസവും വിപരീതങ്ങളാണ്. ഗലാത്യയിലെ വിശ്വാസികൾ ശ്രമിച്ചതുപോലെ ഇവ രണ്ടും കലർത്തുവാൻ സാധ്യമല്ല. അന്യജാതികളായിരിക്കെ തങ്ങളുടെ മാറ്റത്തിന് മുമ്പ് ഗലാത്യർ ന്യായപ്രമാണവുമായി അധികം ബന്ധമൊന്നുമില്ലാത്തവരായിരുന്നു എന്ന് വേണം ചിന്തിക്കുവാൻ. എന്നാൽ ഈ ദുരുപദേശക്കാർ വന്ന് അവരെ അതിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത്. നാം വളരെയേറെ സൂക്ഷിക്കേണ്ടതുണ്ട്. ആർക്ക് ഏത് വിധത്തിലുള്ള അനുഭവം ഉണ്ടായി എന്നാൽ തന്നെ അതിനപ്പുറം സുവിശേഷം സത്യമാണ്. അനുഭവം ചെയ്യുന്നത് സുവിശേഷത്തെ ഉറപ്പിക്കുക മാത്രമാണ്, അല്ലെങ്കിൽ സത്യമാണെന്ന് സ്ഥിരീകരിക്കുക മാത്രം. ഇന്ന് അനേകരും അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ സത്യത്തെ വ്യാഖ്യാനിക്കുവാൻ ശ്രമിക്കുകയാണ്. ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത് ദൈവവചനം സത്യത്തിൻ്റെ വെളിച്ചത്തിൽ അനുഭവത്തെ വിവരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നത്രേ. ഇന്നും അതുതന്നെയാണ് സത്യം. അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ സത്യത്തെ വളച്ചൊടിക്കുവാൻ സാധ്യമല്ല. ഉദാഹരണത്തിന്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തെ കണ്ടിട്ട് ജീവിച്ചിരിക്കുവാൻ മനുഷ്യർക്ക് സാധിക്കില്ല എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നെങ്കിൽ, ഇന്ന് ദൈവത്തെ കണ്ടു എന്ന് പറഞ്ഞ് ആ അനുഭവവുമായി വരുന്നവരുടെ അനുഭവം സത്യവിരുദ്ധമാണ്. അനുഭവത്തെ വിലയിടിച്ച് കാണണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെയോ അത് സത്യത്താൽ പരിശോധിക്കേണ്ടതാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളുണ്ട്. ഒരേ കൂട്ടത്തിൽ തന്നെ ഒരാൾക്കുണ്ടായിട്ടുള്ള അനുഭവത്തിൻ്റെ നേരെ വിപരീതമായിട്ടുള്ളത് മറ്റൊരാൾക്കുണ്ടായിട്ടുള്ളത് വിവരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇതിൽ ആരെയാകുന്നു നാം വിശ്വസിക്കുവാൻ പോകുന്നത്? ഒരിക്കൽ ഒരു മനുഷ്യൻ ഒരു കൂട്ടായ്മയിൽ എഴുന്നേറ്റ് നിന്നൊരു വേദഭാഗം വായിച്ചു. അയാൾ തുടർന്ന് പറഞ്ഞു, ഈ ഭാഗത്തെക്കുറിച്ച് വളരെയേറെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതിനാലും ഇവിടെ ഒരു വിധത്തിലും ഉള്ള വിവാദങ്ങൾ നാം ആഗ്രഹിക്കാത്തതിനാലും ഇപ്പോൾ ഞാൻ എനിക്കുണ്ടായ അനുഭവം പറയുവാൻ പോകുകയാണ്. അയാളുടെ അനുഭവം ദൈവവചനത്തിൽ ആ ഭാഗത്ത് പഠിപ്പിച്ചിരിക്കുന്നതിൽ നിന്നും വളരെ വളരെ ദൂരത്തിലായിരുന്നു. ഒരിക്കലും അംഗീകരിക്കുവാൻ കഴിയാത്ത അത്രയും വിദൂരത്തിൽ. അയാളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ സത്യത്തെ കെട്ടുവാൻ ശ്രമിക്കുകയായിരുന്നു ചെയ്തത്. താങ്കൾക്കത് ചെയ്യുവാൻ സാധിക്കില്ല സുഹൃത്തെ. അനുഭവം സുവിശേഷത്തെ സ്ഥിരീകരിക്കുകയാണ് വേണ്ടത്. ഇവിടെ പൗലോസ് അവരോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ? വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ എന്നതുകൊണ്ട് പൗലോസ് എന്താണ് അർത്ഥമാക്കുന്നത്? അവൻ ചെവിയെക്കുറിച്ചാണോ ഇവിടെ പറയുന്നത്? കേൾപ്പാനുള്ള കഴിവിനെക്കുറിച്ചാണോ അവൻ സൂചിപ്പിക്കുന്നത്? അതോ ദൂത് കൈക്കൊള്ളുന്നതിനെക്കുറിച്ചാണോ? അതോ ദൂതിനെക്കുറിച്ചാണോ? ഞാൻ കരുതുന്നത് ഈ സംഗതികളെല്ലാം കൂടിയാണ് അവൻ ചിന്തിക്കുന്നത് എന്നത്രേ. താങ്കൾ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് താങ്കൾ ഏതോ ഒന്ന് കേൾക്കണം. കാരണം സുവിശേഷം എന്നാൽ ദൈവം താങ്കൾക്കായി ചെയ്തതെന്തോ ആകുന്നു. അത് താങ്കൾ അറിയേണ്ടതുണ്ട്. ഈ ഭാഗത്ത് പൗലോസ് വളരെയേറെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. തിരിഞ്ഞു നോക്കി തങ്ങൾക്ക് സംഭവിച്ചത് എന്തെന്ന് ഒന്ന് പരിഗണിക്കുവാൻ പൗലോസ് അവരോട് 6 ചോദ്യങ്ങൾ ചോദിക്കുന്നു. അവരുടെ അനുഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 6 ചോദ്യങ്ങൾ. അതിൽ ആദ്യത്തെ ചോദ്യമാണിത്: നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ? ഒരിടത്തും, അതെ, പഴയ നിയമത്തിൽ പോലും ആർക്കും ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അവനെ പ്രാപിച്ചിട്ടുള്ളത് വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാൽ മാത്രമാണ്. ഗലാത്യർ ന്യായപ്രമാണത്താൽ ഒരിക്കലും ആത്മാവിനെ പ്രാപിച്ചില്ല. രക്ഷിക്കപ്പെട്ടതിൻ്റെ തെളിവാണ് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെടുക. വചനം നമ്മോട് പറയുന്നത് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ, നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല.
എഫെസ്യ ലേഖനം 1-13-14 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അതെ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. സത്യം അവരെ പറഞ്ഞു പഠിപ്പിച്ചത് പൗലോസാണ്. 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം കാണുന്നു, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്. പൗലോസിൻ്റെ ചോദ്യം തുടരുന്നു, നിങ്ങൾ ഇത്രയും ബുദ്ധിയില്ലാത്തവരോ? നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ആത്മാവിൽ തുടങ്ങിയെങ്കിൽ ജഡത്തിൽ പൂർത്തീകരിക്കുന്നത് എങ്ങനെ? പ്രവൃത്തികളാൽ രക്ഷ നിങ്ങൾക്ക് കിട്ടുവാൻ സാധിച്ചില്ല എങ്കിൽ മാറ്റത്തിന് ശേഷം പ്രവൃത്തികളാൽ വിശുദ്ധി എങ്ങനെ ലഭിക്കും? പൗലോസ് ചൂണ്ടിക്കാണിക്കുകയാണ്, ന്യായപ്രമാണ അനുഷ്ഠാനത്താൽ ആത്മാവിൻ്റെ ആ ഉൾവാസത്തിന് യാതൊരു സാധ്യതയും ഇല്ലായിരുന്നു. ആത്മാവിനാൽ ആരംഭിച്ചത് ആത്മാവിനാൽ തന്നെ വളർത്തപ്പെടണം. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. 4-ാം വാക്യത്തിൽ നാം കാണുന്നു, ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചുവോ? വെറുതെ അത്രയെന്ന് വരികിൽ, എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത്. പൗലോസിൻ്റെ ഒരു നല്ല വിധമാണ് ചോദ്യങ്ങളാൽ പഠിപ്പിക്കുക എന്നത്. 2-ാം വാക്യത്തിൽ ആത്മാവിനെ എങ്ങനെ പ്രാപിച്ചു എന്നും 3-ാം വാക്യത്തിൽ ആത്മാവിൻ്റെ ആ പ്രവൃത്തികൾ എങ്ങനെ ജഡത്തിൽ പൂർത്തീകരിക്കപ്പെടും എന്നുമുള്ള കാര്യങ്ങൾ നാം കണ്ടു. ഈ വാക്യത്തിൽ 4-5 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ സുവിശേഷത്തിനു വേണ്ടി അവർ അനുഭവിച്ച കഷ്ടങ്ങളെല്ലാം വൃഥാവായിപ്പോയോ എന്ന് പൗലോസ് ചോദിക്കുന്നു. ആ കാലങ്ങളിൽ കഷ്ടങ്ങൾ ക്രിസ്തീയ സമൂഹത്തിൻ്റെ ഒരു വരമായിരുന്നു. എന്നാൽ ന്യായപ്രമാണമാണ് അവർ വീണ്ടും പുണരാൻ പോകുന്നതെങ്കിൽ അതെല്ലാം ഒന്നുമില്ലാതായി പോകുമല്ലോ. സുവിശേഷത്തിന് വേണ്ടി അവർ ഒരു വില കൊടുത്തിരുന്നു. പലരും തങ്ങളുടെ വീടുകൾ, തങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ നഷ്ടപ്പെടുത്തി തങ്ങൾക്കുണ്ടായിരുന്ന അവകാശങ്ങളെ ഒക്കെ കളഞ്ഞ് സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചതാണ്. വലിയ വില കൊടുത്തവർ. എന്നാൽ ഇപ്പോൾ അവർ ഈ ദുരുപദേശത്തിൻ്റെ പിൻപേ പോകുന്നത് കൊണ്ട് അവർ കൊടുത്ത വിലയെല്ലാം എവിടെ പോയി എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. പൗലോസ് ഒരു പരീക്ഷണ ചോദ്യവുമായി വീണ്ടും നിൽക്കുകയാണ്. ദൈവമായിരുന്നു അവരുടെ ഇടയിൽ വീര്യപ്രവൃത്തികൾ ചെയ്തത്. ആരിൽ കൂടിയാണ് ഈ വീര്യപ്രവൃത്തികൾ ചെയ്യപ്പെട്ടതെന്ന് പൗലോസ് പറയുന്നില്ല. എന്നാൽ ദൈവശക്തി അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. ഈ ശക്തി സ്വന്തം പ്രയത്നങ്ങളാൽ അഥവാ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ആയിരുന്നുവോ എന്ന് പൗലോസ് ചോദിക്കുകയാണ്. പൗലോസ് ആയിരുന്നു അവരുടെ ഇടയിൽ ആദ്യമായി ചെന്ന് സുവിശേഷം പ്രസംഗിച്ചത്. ഞാൻ ക്രിസ്തുവിനെ പ്രസംഗിച്ചു എന്നവൻ പറയുന്നു. അവർ അവനിൽ വിശ്വസിച്ചു. വലിയൊരു അത്ഭുതം നടന്നു. ആ കൂട്ടം മുഴുവൻ മാറ്റപ്പെട്ടു. അവർ പുതിയ മനുഷ്യരായി. പൗലോസിൻ്റെ അപ്പസ്തോലത്വത്തിൻ്റെ തെളിവ് തനിക്കുണ്ടായിരുന്നു. താനൊരു പരീശനായി ന്യായപ്രമാണം അനുഷ്ഠിച്ചുകൊണ്ടല്ല അവരുടെ ഇടയിൽ ചെന്നത്. എന്നാൽ ഒരു അപ്പോസ്തലനായി യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചുകൊണ്ടാണ് അവൻ ചെന്നത്. അതായിരുന്നു അവർ അനുഭവിച്ചറിഞ്ഞത്. തനിക്ക് അവരുടെ മധ്യത്തിലുണ്ടായിരുന്ന ശുശ്രൂഷയെക്കുറിച്ച് പൗലോസ് സൂചിപ്പിക്കുന്നു. അവൻ്റെ അപ്പസ്തോലത്വത്തെ യഹൂദ വിശ്വാസികൾ ആക്രമിച്ചത് താങ്കൾ ഓർക്കുമായിരിക്കുമല്ലോ. അവനൊരു അപ്പോസ്തോലനല്ല എന്ന് യഹൂദ വിശ്വാസികൾ പറഞ്ഞു. ക്രിസ്തുവിനോടുകൂടെ അവൻ്റെ ശുശ്രൂഷയിൽ അവൻ ഇല്ലായിരുന്നു, പിന്നീടാണ് അവൻ ചേർന്നത് എന്ന് പറഞ്ഞു. പൗലോസ് ഇവിടെ ഗലാത്യരെ ഓർപ്പിക്കുന്നത് അവരുടെ ദേശത്ത് ദൈവവചനം പ്രസംഗിച്ചുകൊണ്ട് വന്നത് താനാകുന്നു എന്നത്രേ. അവരുടെ ഇടയിൽ വീര്യപ്രവർത്തികൾ ചെയ്തത് താനാകുന്നു എന്നത്രേ. ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളാലല്ല അവനത് ചെയ്തത്. അത് പറയുന്നതിൽ പൗലോസ് വളരെ ശ്രദ്ധിച്ചു.
അവർക്ക് വേണ്ടി മരിച്ചവനായ ഉയർത്തെഴുന്നേറ്റവനായ യേശുക്രിസ്തുവിനെക്കുറിച്ച് പൗലോസ് പ്രസംഗിച്ചു. അവനിൽ ഗലാത്യർ തങ്ങളുടെ വിശ്വാസം അർപ്പിച്ചു. അവർ അത് ചെയ്തപ്പോൾ അത്ഭുതകരമായ ഒരു കാര്യം സംഭവിച്ചു. അവർ വീണ്ടും ജനനം പ്രാപിച്ചു. താൻ ഒരു അപ്പസ്തോലനാകുന്നു എന്നുള്ളതിൻ്റെ തെളിവ് പൗലോസിനുണ്ട്. അവൻ ചെയ്ത വീര്യപ്രവൃത്തികളും അടയാള വരങ്ങളും അതിൻ്റെ തെളിവാണ്. ചുരുക്കത്തിൽ വിശ്വാസത്താലുള്ള നീതീകരണം ഗലാത്യരുടെ അനുഭവമാണെന്ന് നാം കണ്ടു. അതുകൊണ്ടാണ് പൗലോസ് അവരോട് ചോദിച്ചത്, നിങ്ങൾക്ക് എന്തു പറ്റി എന്ന്. ഈ ഭാഗത്ത് അവൻ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് 3 പ്രാവശ്യം സൂചിപ്പിക്കുന്നുണ്ട്. അവർ ആത്മാവിനെ പ്രാപിച്ചത് ന്യായപ്രമാണത്താൽ അല്ല എന്നവൻ ഓർമ്മിപ്പിക്കുന്നു. മാനസാന്തരത്തിൻ്റെ തെളിവാണ് പരിശുദ്ധാത്മാവ്. ഏറെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നിട്ടും തിരിഞ്ഞു പോകുക എന്നത് ആശ്ചര്യം തന്നെ എന്നാണ് പൗലോസ് ഗലാത്യരോട് പറയുന്നത്. 6-ാം വാക്യം കൂടി നമുക്ക് നോക്കാം. 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. 6-ാം വാക്യം ഉദ്ധരിച്ചതാണ്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലും ഈ വാക്യം കാണുന്നു. വിശ്വാസത്താലുള്ള നീതീകരണത്തിന് ഉത്തമ ഉദാഹരണമാണ് അബ്രഹാം. 2 ലേഖനങ്ങളിലും, റോമാലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും അബ്രഹാമിനെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അബ്രഹാമിന് ശേഷം 400 വർഷം വരെ മോശയുടെ ന്യായപ്രമാണം കൊടുക്കപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് അബ്രഹാം നീതീകരിക്കപ്പെട്ടത് ന്യായപ്രമാണം കൊണ്ടാണെന്ന് പറയുവാൻ സാധിക്കുകയില്ല. പരിച്ഛേദനയ്ക്കുള്ള കൽപ്പന കൊടുക്കുന്നതിന് മുൻപായി തന്നെ അവൻ നീതീകരിക്കപ്പെട്ടതുകൊണ്ട് പരിച്ഛേദനയാലും അത് സാധ്യമല്ല. പരിച്ഛേദന വിശ്വാസത്തിൻ്റെ അടയാളമായി കൊടുത്തു. ഇന്ന് സ്നാനം വിശ്വാസത്തിൻ്റെ അടയാളമായിട്ട് ചെയ്യുന്നത് പോലെ, വിശ്വാസത്തിൻ്റെ ചിഹ്നമായി തീർന്നതുപോലെ, പരിച്ഛേദനയോ സ്നാനമോ രക്ഷിക്കാൻ ഉതകുന്നില്ല. രക്ഷയ്ക്കായി അവ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഒരു ആന്തരിക പ്രവർത്തനത്തിൻ്റെ ബാഹ്യമായ തെളിവ് മാത്രമാണ് ഈ കർമ്മങ്ങൾ. ഞാൻ വീണ്ടും പറയട്ടെ, ഒരു ആന്തരിക പ്രവർത്തനത്തിൻ്റെ, അതെ, ഉള്ളിലുണ്ടായ വിശ്വാസത്തിൻ്റെ ബാഹ്യമായ പ്രകടനം മാത്രമാണ് ഈ കർമ്മങ്ങൾ. ദൈവത്തിൻ്റെ മുൻപാകെ അബ്രഹാമിന് തൻ്റെ നിൽപ്പ് സാധ്യമാക്കി കൊടുത്തത് അബ്രഹാമിൽ തന്നെയുള്ള വിശ്വാസമല്ല, പിന്നെയോ ദൈവവചനത്തിലുള്ള, ദൈവവാഗ്ദത്തത്തിന്മേലുള്ള തൻ്റെ വിശ്വാസമായിരുന്നു. ദൈവം പറഞ്ഞത് അവൻ വിശ്വസിച്ചു. അതിന്മേലായിരുന്നു തൻ്റെ വിശ്വാസം അർപ്പിച്ചിരുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ്. ദൈവം കൽപ്പിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ അങ്ങനെ തന്നെ എന്ന് വിശ്വസിക്കുന്നവർ നീതിമാന്മാരായി കണക്കാക്കപ്പെടുന്നു. ദൈവം അവരെ നീതീകരിക്കുന്നു. ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന സംഭവം ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലേതാകുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. കിഴക്ക് നിന്നുള്ള രാജാക്കന്മാരെ നേരിട്ട് അബ്രഹാം തൻ്റെ സഹോദരപുത്രനായ ലോത്തിനെ രക്ഷിച്ചതിന് ശേഷം അവൻ സൊദോം ഗൊമോറ രാജാക്കന്മാരുടെ കയ്യിൽ നിന്നും കൊള്ളയുടെ പങ്ക് സ്വീകരിച്ചില്ല. ഈ അവസരത്തിൽ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ട് കൊള്ളയുടെ പങ്ക് അവൻ സ്വീകരിക്കാതിരുന്നത് ശരിയായ കാര്യമായി എന്ന് ഉറപ്പ് നൽകി. ദൈവം അവനോട് പറഞ്ഞത്, ഞാൻ നിന്റെ പരിചയം, നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു എന്നത്രേ. വളരെ പ്രായോഗികമായി സംസാരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം എന്ന് ഞാൻ കരുതുന്നു. അവൻ വളരെ തുറന്നും നേരിട്ടും ദൈവത്തോട് സംസാരിക്കുന്നു. നാം ഓരോരുത്തരും അങ്ങനെ തന്നെ വേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അബ്രഹാം പറഞ്ഞു, ദൈവമേ, എനിക്കൊരു മകനില്ല, എനിക്കൊരു മകനെ തരാമെന്ന് നീ വാഗ്ദത്തം ചെയ്തതാണ്. ദൈവം പറഞ്ഞു, അബ്രഹാമേ, നീ ആ കാര്യം ഇപ്പോൾ ഓർപ്പിച്ചത് കാര്യമായി. നിന്നോട് ചില കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അവൻ്റെ സന്തതി കടൽപ്പുറത്തെ മണൽ പോലെ എണ്ണിക്കൂടാത്തതുപോലെ ഉണ്ടാകുമെന്ന് ദൈവം അവനോട് പറഞ്ഞതാണ്. ഇപ്പോൾ ദൈവം അവൻ്റെ കൈക്ക് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി ആകാശത്തേക്ക് നോക്കുവാൻ അവനോട് പറയുന്നു. അപ്പോൾ രാത്രിയായിരിക്കണമല്ലോ. നക്ഷത്രങ്ങളെ എണ്ണുവാൻ ശ്രമിക്കുന്നതിനെക്കുറിച്ച് ഓർത്തു നോക്കിക്കേ. വാസ്തവത്തിൽ ദൈവം അവനോട് പറയുന്നത്, നിനക്ക് നക്ഷത്രങ്ങളെ എണ്ണുക സാധ്യമല്ല, നിന്റെ സന്തതിയെയും നിനക്ക് എണ്ണുവാൻ സാധ്യമല്ല. അതിന് അബ്രഹാമിൻ്റെ പ്രതികരണം എന്തായിരുന്നു എന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അക്ഷരാർത്ഥത്തിൽ അബ്രഹാം ദൈവത്തോട് ആമേൻ പറഞ്ഞു. ദൈവം പറഞ്ഞു, ഞാനത് ചെയ്യുവാൻ പോവുകയാണ്. അതിന് അബ്രഹാം ആമേൻ എന്ന് പറഞ്ഞു. താങ്കളുടെയും എൻ്റെയും ജീവിതത്തിൽ ഈ സംഭവത്തിലെ പ്രമാണം ഏതെങ്കിലും വിധത്തിൽ പ്രാവർത്തികമാക്കുവാൻ കഴിയുമോ? തീർച്ചയായും കഴിയും. ദൈവം താങ്കളോടും എന്നോടും പറയുന്നത്,
നിനക്ക് വേണ്ടി മരിക്കുവാനായി ഞാൻ എൻ്റെ പുത്രനെ നൽകി. നീ അവനിൽ വിശ്വസിക്കുമെങ്കിൽ നീ നശിച്ചു പോകുകയില്ല, നിനക്ക് നിത്യജീവനുണ്ടാകും. അതിനോട് താങ്കൾ ആമേൻ പറയുമോ? താങ്കൾ ദൈവത്തിൽ വിശ്വസിക്കുമോ? താങ്കൾ അവിടുത്തെ പുത്രനെ അംഗീകരിക്കുമോ? അങ്ങനെ അംഗീകരിക്കുമെങ്കിൽ താങ്കൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുകയാണ്. ഇതത്രേ അബ്രഹാം ചെയ്തത്. അവൻ ദൈവത്തെ വിശ്വസിച്ചു. ആ നിമിഷം ദൈവം അവനെ നീതിമാനെന്നെണ്ണി. അവൻ്റെ പ്രവർത്തനങ്ങൾ അപൂർണങ്ങളായിരുന്നു. ദൈവസന്നിധിയിൽ കാഴ്ചവെക്കുവാൻ അവന് പൂർണ്ണത ഒന്നും ഇല്ലായിരുന്നു. ആ സമയത്ത് അബ്രഹാമിന് പൂർണ്ണതയില്ലായിരുന്നെങ്കിൽ തന്നെ പിന്നീട് അവനതുണ്ടായി. കാരണം അവൻ്റെ വിശ്വാസം നീതിയായി കണക്കിട്ടു. അതത്രേ നീതീകരണത്തിൻ്റെ ഉപദേശം. അബ്രഹാം ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടവനായി നിൽക്കുന്നു. ഇതേക്കുറിച്ച് വളരെയേറെ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. ഇന്ന് ദൈവം നമ്മോടും ഇപ്രകാരം തന്നെ സംസാരിക്കുന്നു. പക്ഷേ തൻ്റെ വചനത്തിലൂടെയാകുന്നു എന്ന് മാത്രം. ദൈവം ഇന്ന് നമ്മോട് സംസാരിക്കുന്നു. അത് തൻ്റെ വചനത്തിലൂടെയാണ്. കേൾക്കുവാൻ, അനുസരിക്കുവാൻ തയ്യാറാണോ? ഇന്നത്തെ വചന കേൾവി നിങ്ങൾക്ക് പ്രയോജനകരമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവവചനം വായിക്കുകയും പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുവാൻ ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ, സഹായിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.